ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇവിടുന്ന് പോകാനുള്ള അനുവാദമല്ലായിരുന്നു. ആരെടുത്തുനിന്നല്ലേ? കാശിക്കുട്ടൻ്റെ അടുത്തുനിന്ന്. ഓൻ രാത്രി ഓന് പാലുകൂടി തന്നെയാണ് മെയിൻ ഇട്ടോ. അതുകൊണ്ട് എനിക്ക് രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാറില്ല. പുലർച്ചെ ആകുമ്പോഴാണ് ഓനൊന്ന് ഉറങ്ങി തുടങ്ങുക. അപ്പോഴാണെങ്കിൽ എനിക്ക് എണീക്കാൻ വേണ്ടി വൈദബൈ ഞാൻ ഇൻട്രോ എടുക്കാൻ നോക്കിയതാണ്. ഹലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ പോലെ ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുത്തു. എൻ്റെ അടുത്ത കളി എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം കേട്ടോ. ഇൻ്റെന്ന് ഞാൻ പറയുന്നത് ബാക്കിയുള്ള ഐറ്റങ്ങളൊന്നും പൊന്തിയില്ല മക്കളെ. അപ്പോൾ ഞാൻ താഴെ പോയി നോക്കട്ടെ. ഞാൻ ചെന്ന സമയത്ത് ഹേസുമോൾ എണീറ്റ് വന്നില്ലായിരുന്നു കേട്ടോ. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതാ ഹേസു ഇറങ്ങി വന്നത്. അപ്പോൾ ഇതാ മൂപ്പത്തിക്ക് എന്നെ ആകെക്കൂടെ ഇരുന്നാണ് ഞാൻ ഹായ് ഹലോ എന്ന് പറയുന്നതാണ് കേട്ടോ. ചിരി വരുന്നുണ്ട്, പക്ഷെ എങ്ങനെയൊക്കെയോ പിടിച്ച് വെക്കണം മൂപ്പത്തി. പുറത്ത് വീട്ടിലിടാ, നിങ്ങളെല്ലാവരും മാക്സിമം ട്രൈ ചെയ്തോ എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് പൂവിടുന്ന പരിപാടിയിലാണ്. ഇതാ അതങ്ങോട്ട് നോക്കൂ. പൂവൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചുകൊണ്ട് രാവിലെ വേഗം വേഗം ഇടുന്ന പരിപാടികളിലാണ്. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് തികഞ്ഞില്ല എന്നുള്ളത് എൻ്റെ നഗ്നമായ സത്യമാണ്. അപ്പോൾ ഞാനും കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. കല്യാണം അത്യാവശ്യം വരയ്ക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് കുറേ എന്താ പറയുക ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവളാണ് വരച്ചതൊക്കെ. അവൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാനും കൂടെ കൂടി കൊടുത്തു. സംഭവം പൂവിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് പൂവ് തികയാതെ വന്ന കാര്യം അറിയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ മാവിൻ്റെ ഇലയുണ്ടല്ലോ, അതെടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ വെച്ചു. പക്ഷെ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് നോക്കിക്കോട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് കാശുകുട്ടൻ എണീറ്റുണ്ടോന്ന്. പറഞ്ഞിട്ട് ഞങ്ങളെ പൂവിടൽ തീർന്നുണ്ടായിരുന്നില്ല കേട്ടോ. പൂവിടലും വർത്താനം പറച്ചിലും ഒക്കെ കൂടെ എല്ലാം ഒരുമിച്ചായിരുന്നേ. ഹേസു സാധാരണ ഈ സമയത്തൊക്കെ ഉറങ്ങാറുണ്ട് കേട്ടോ. പക്ഷേ ഓൾ എണീറ്റ് വന്നിട്ട് ഇതാ ഇരുന്നിട്ട് അമ്മ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓളെ അമ്മ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ ഈ മഴയൊന്ന് ചോർന്നിട്ട് വേണം. എനിക്ക് ഇന്ന് ഒരു ഷൂട്ടും കൂടെ ബാക്കിയുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത് മഴയേനും. അങ്ങനെ ഞങ്ങൾ പൂവിടുന്നിടത്തേക്ക് ഇതാ അമ്മ ചായയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അത് ഓൾ വീഡിയോ എടുക്കുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ കാശിക്കുട്ടനെ എടുത്തിട്ട് വൈശാട്ടിന് വന്നിട്ടുണ്ട്. ഓൻ എണീറ്റും കുറച്ച് നേരമായി എണീറ്റിട്ട് പറഞ്ഞിട്ട് നമ്മുടെ കാശിയുടെ ഫസ്റ്റ് ഓണാണേ. മൂപ്പര് കുറച്ചു നേരമൊക്കെ അത് അങ്ങനെ ഇരുന്ന് കേട്ടോ. അല്ലാതെ എണീറ്റ് പോകാൻ പറ്റില്ലല്ലോ അല്ലേ. എന്തൊക്കെ ഞാൻ പറയണത്. അങ്ങനെ എന്തായാലും ആ കട്ടേൻ്റെ കൂടെ കുത്തിരിക്കല്ലോ. എൻ്റെ ദൈവമേന്ന് ഫുള്ള് വെള്ളിയാണല്ലോ. അപ്പം ഓനിങ്ങനെ കിടന്നിട്ട് അട്ടം നോക്കി ഇങ്ങനെ കഥ പറയുക, ഇറക്കുക, അങ്ങനെ എന്തൊക്കെയോ ഓനെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ലേ ഓന് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഓന് അപ്പുറത്തോട്ട് കല്ലുത്താൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഓന് പാൽ കുടിക്കാൻ നേരത്തെ എന്ന് കരയാനറിയാം. അപ്പോൾ ഇതാ ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ വന്നിരിക്കുകയാണ്. പോളിംഗ് ബൂത്തിലല്ലോ, മിൽക്ക് ബൂത്തിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വെള്ളിയൊന്നും ഞാൻ ഒഴിവാക്കില്ല. നിങ്ങളിതൊക്കെ സഹിക്കണം. അല്ല പിന്നെ ആരോ കണ്ണ് വെച്ചിട്ടുണ്ട്. ഇല്ലാതെ ഇത്രയും വെള്ളി വീഴില്ലല്ലോ. ഇനി ഞാൻ പോയിട്ട് മിൽമ ബൂത്ത് ഓപ്പൺ ആക്കട്ടെ. ഇനി ഞങ്ങൾ കുറച്ച് നേരം പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അന്ന് സെറ്റ് ആവുള്ളൂ. എന്നിട്ട് വേണം ഓരോരുത്തരെ ആയിട്ട് ഞങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ഒരു ഹാപ്പി ഓണം പറയാൻ വേണ്ടി റീനമ്മേനെ വിളിച്ചു കേട്ടോ. റീനമ്മയ്ക്കാണെങ്കിൽ പല്ല് പറിച്ചിട്ട് നല്ല വേദനയിൽ ഇരിക്കുകയാണ്. ആൾക്ക് പല്ലിൻ്റെ അവിടെ സ്റ്റിച്ച് ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരു ഹാപ്പി ഓണൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫോൺ വെച്ചു. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് ചെയ്തത് ഞങ്ങളുടെ മിയാസ് ബിരിക് നിറഞ്ഞ ഒരു ട്രാൻസിഷൻ വീഡിയോ ആണ്. ബാക്കിൽ എന്താ ദൈവമേ ബൊമ്മക്കുട്ടി തലയാട്ടുന്ന പോലെ ഒരു സാധനം നിന്ന് തലയാട്ടുന്നത്. ഞങ്ങളുടെ കുറേ ട്രാൻസിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒക്കെ കാണണം. അല്ല പിന്നെ അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ കുത്തുന്നതാണ് എഡിറ്റ് ചെയ്ത് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം തൊട്ട് തലേന്ന്, അതായത് ചെറിയോണത്തിനാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പിന്നെ അന്ന് രാത്രി ഞാൻ പറ്റുന്ന രീതിക്കൊക്കെ എഡിറ്റ് ചെയ്തു. പിന്നെയുണ്ട് ഒരുപാട് ബാക്കി. ഒക്കെ കൂടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വട്ടായി പോയിട്ടുണ്ട്. ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞ് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെച്ചു. എത്ര ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ബഡാ ബസാർ പോലെയാണ് ഞങ്ങളുടെ റൂമിന് തോന്നൽ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഒരു വീട്ടിൽ വെക്കുന്ന സാധനങ്ങളാണുമ്പോൾ റൂമിലേക്ക് ഒതുക്കുന്നതില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില സമയം റൂം കാണുമ്പോൾ വട്ട് പിടിക്കും കേട്ടോ. പിന്നെ ചേട്ടനും അനിയനും കൂടെ എന്തോ കഥ പറയുന്നുണ്ട്. എന്താണ് അവനെ പറ്റിയുള്ള കുറ്റം ഒന്നല്ലേക്കും അല്ലേ. ഹാപ്പി ഓണം ഒന്നുമില്ല പറഞ്ഞേ. ഹാപ്പി ഓണം. തുമ്പി ഒപ്പിക്കുകയാണല്ലോ. തുമ്പി ഒന്ന് പറയും ഹാപ്പി ഓണം. ഞാൻ പറയും ഹാപ്പി ഓണം. സെറ്റ്. അപ്പൊ കാശിക്കുട്ടന് ഹാപ്പി ഓണം പറയാം. കാശിക്കുട്ടന് ആദ്യത്തെ ഓണാണ്. ഓക്കെ. അത് ശരിയില്ലേ. അല്ല പിന്നെ പോവാ. അയ്യോടാ എന്നാ വാ. അങ്ങനെ ഞങ്ങൾ താഴെ ചെന്ന് നോക്കുമ്പോൾ അച്ഛനും അച്ഛമ്മയും മക്കളും ഒക്കെ കൂടെ അവിടെ കഥ പറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് കിടന്നിട്ട് ഓരോ കഥയും പറഞ്ഞാൽ, അല്ലെങ്കിൽ അച്ഛനെയും വായി നോക്കി നിൽക്കാൻ, അല്ലെങ്കിൽ ആ മൂലയിലേക്ക് നോക്കിയൊരു വർത്താനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചോദിക്കും അവിടെ ആരാണ് നിന്നെ കണ്ണ് വന്നിരിക്കുന്നത് എന്ന്. പിന്നെ അമ്മ ഇങ്ങനെ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിപ്പിക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛമ്മേൻ്റെ പക്കറെന്ന് വിളിക്കുമ്പോൾ ഭയങ്കര ഒരു ചിരിയാണ് കേട്ടോ മൂപ്പർക്ക്. ഇതിൻ്റെ കാരണം എന്താ അറിയോ? ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ അടി എന്താണെന്ന് വെച്ചാൽ തുമ്പി ഹേസും തമ്മിലാണ്. തുമ്പി എന്തെടുക്കുന്നു അത്
ഹേസുവിന് വേണം, ഹേസു എന്തെടുക്കുന്നോ അത് തുമ്പിക്ക് വേണം. ഈ പെമ്പിള്ളേർ തമ്മിൽ ചേരൂല എന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ. പിന്നെ തുമ്പി വരും കംപ്ലൈൻറ്റ് പറയാൻ, അമ്മേ ഹേസുവിനെ നുള്ളി, ഹേസുവിനെ അവിടെ അടിച്ചു, ഹേസുവിനെ ഇതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓളക്കാളും പെരുത്ത മനുഷ്യത്തി ഇവളാണെങ്കിൽ ഇവളവിടെ കിടന്ന് മൂങ്ങുന്ന കണ്ടില്ലേ. എന്തായാലേ ഫൈനലി നമ്മുടെ പൂക്കളത്തിൻ്റെ കോലം ഇങ്ങനെയായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഈ പൂക്കളത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയത് ആ ഗ്രീൻ കളർ അല്ലേ, അത് നമ്മുടെ മാങ്ങേനെയാണ് കേട്ടോ. മാങ്ങയല്ല സോറി, മാവിൻ്റെ ഇല. മാങ്ങയില എന്ന് പറയില്ലല്ലോ അല്ലേ, മാവിൻ്റെ ഇലയാണ് കേട്ടോ. ഞങ്ങളെ പൂക്കൾ എങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അല്ലെങ്കിൽ പിന്നെ അമ്പളത്തുമ്പളല്ലേ ഇഷ്ടപ്പെടുക. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ സദ്യ കാര്യമായിട്ട് ദഹരണക്കാരൻ ചെയ്യുകയാണെന്ന്. അല്ല, മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ അറിയോ? ഉപ്പുമാവിന് എന്താ കൂട്ടുക എന്നറിയോ? ഉള്ളി വാട്ടിയത്. അത് അമ്മ ഉണ്ടാക്കുന്നതിൽ ഇളക്കാൻ കൂടുകയാണ് ദഹരണക്കാരൻ. പക്ഷേ എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് അടുക്കളയിലേക്കൊക്കെ വല്ലാണ്ട് വരുന്നുണ്ട്. അതെനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ചിലപ്പം ഭാവിയിൽ എന്തേലും തിന്നണമെങ്കിൽ ഞാൻ തന്നെ അടുക്കളയിൽ കയറണം എന്ന്, അത് ഞാനല്ല ഏട്ടൻ, അങ്ങനെ തോന്നിയിട്ടാണോ എന്നും അറിയില്ല. പക്ഷേ അടുക്കളയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. തുമ്പിമോൾ അവിടെ പാലും വെള്ളം കുടിക്കാൻ ഇളയമേൻ്റെ കയ്യിൽ നിന്ന്, രാവിലെ ഇളയമേൻ്റെ കയ്യിൽ നിന്ന് പാലും വെള്ളം കുടിച്ചില്ലേ കുട്ടിക്ക് അന്നത്തെ ദിവസം പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ പുറത്തേക്കൊക്കെ വന്ന് നോക്കുമ്പോൾ മഴ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റായി എന്ന് പറയാം. എന്നാലും അങ്ങോട്ട് വെയിൽ വന്നിട്ടൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കിച്ചുട്ടനെ കാണാൻ വേണ്ടി വിളിച്ചു. കിച്ചുട്ടനും അപ്പവും ആര്യയൊക്കെ വടക്കുന്നാഥൻ്റെ മുമ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ കിച്ചുട്ടനെ കണ്ടു. അധികം നേരം സംസാരിച്ചില്ല. ഞങ്ങളെ വകയ്ക്ക് ഒരു ഹാപ്പി ഓണം കൊടുത്തു. ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞതിന് അടുത്ത വെള്ളി വന്നതിനെ പിടിച്ചു വെച്ചതാണ് ഞാൻ, എൻ്റെ അടുത്ത കളി. അങ്ങനെ നമ്മുടെ കിച്ചുട്ടൻ്റെയും കാശീൻ്റെയും ഒക്കെ ഫസ്റ്റത്തെ ഓണാണ് കേട്ടോ ഇത്തവണ. നമ്മൾ കിച്ചുട്ടനും കാശിക്കും ഒരേപോലത്തെ ഡ്രസ്സാണ് വാങ്ങിച്ചത്. അപ്പോൾ ആരെയും കാശിക്കും കിച്ചുവിനും ഒരേപോലത്തെ ഡ്രസ്സാണ് വാങ്ങിച്ചത്. എന്നിട്ട് അവരിങ്ങോട്ടേക്ക് അയക്കുക ചെയ്ത് കേട്ടോ. കാരണം അവൻ വരുന്ന സമയത്ത് അവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് കൊറിയർ അയച്ചെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് DTDC വഴിയാണ് വന്നത്. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കണം നമ്മളെ കയ്യിൽ കിട്ടിയില്ല. അതും ഒരേപോലത്തെ ഡ്രസ്സാണ്. സോ രണ്ടുപേരും ഇട്ടിട്ടുള്ള ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. വോയിസിൻ്റെ പിന്നാമ്പുറത്ത് നിങ്ങൾ സംസാരം കേൾക്കുന്നുണ്ടാവും. തുമ്പിയോളെ കെട്ടിയോനെ വിളിക്കുന്നതെന്ന് തോന്നുന്നു, അപ്പുറത്താത്തുണ്ട്. അപ്പോൾ അതിൻ്റെ വർത്താനാണ് ആ കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് പിന്നെ അപ്പു പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ച് ഇവിടെ മമ്മി ഇളയമയും കൂടെ കാര്യമായിട്ട് എന്തോ കഥ പറച്ചിലാണ് കേട്ടോ. ഞാനപ്പോൾ അമ്മേനെ വന്ന് ചീത്ത പറയായിരുന്നേ. കാരണം എന്താണെന്നറിയോ, അമ്മയ്ക്ക് എത്ര പുതിയ നൈറ്റി വന്നിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് പഴയതിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ. എന്താ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പം ഞാൻ നോക്കിയത് പൈനാപ്പിൾ കിച്ചടിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി മുളക് പൊടി വേണോ എന്ന് ഞാൻ അമ്മേൻ്റെ സംശയം പറയായിരുന്നു. ഏറെക്കുറെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ആവാനുണ്ട്. പപ്പടം, സാമ്പാർ, കൂട്ടുകറി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആവാനുണ്ട്. ഇനിയിപ്പം നമ്മൾ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കാരണം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാലേ ബാക്കി പരിപാടികളൊക്കെ അങ്ങോട്ട് നീങ്ങുള്ളൂ. എണീറ്റ് വരുന്നതിനനുസരിച്ച് ചായേൻ്റെ വലിപ്പം കൂട്ടണം. അതായത് ചായ പിന്നെയും വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കുറച്ച് പാലും ഒക്കെ ഒഴിച്ച് വെച്ചതേനു. അപ്പോൾ ഒരു ടീം ഇറങ്ങി വന്ന്, അപ്പോൾ അടുത്ത ടീം ഇറങ്ങി വന്ന്, അങ്ങനെ ടീമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് കൊണ്ട് മൊത്തത്തിൽ ചായ അങ്ങ് വെക്കുക ചെയ്യട്ടോ. ഇവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ചായ വെക്കുക, ഒറ്റ ടൈം വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല. പലരും പല ടൈമായുണ്ട്. പിന്നെ അച്ഛനൊക്കെ പല സമയത്ത് ചായകൾ വേണം കേട്ടോ. ചായ മുഖ്യം ബിഗിലേ എന്ന് പറയില്ല, അതുപോലെയാണ് അച്ഛന്. പത്രം വായിക്കുന്നതിൻ്റെ കൂടെ രാവിലെ ഒരു ചായ, പിന്നെ ഒരു കാപ്പി, പിന്നെ ഒരു ചായ, ഇങ്ങനെ വേണം. ലിവിങ് റൂമിൻ്റെ അവസ്ഥയായിരുന്നു. കാരണം ഇവരെ കളിപ്പാട്ടങ്ങൾ ചെതറിയാൽ തന്നെ പിന്നെ അവിടെ മനുഷ്യനെ നടക്കാൻ പറ്റില്ല. പിന്നെ അച്ഛനൊക്കെ നടക്കുന്ന സമയത്ത് ചവിട്ടിപ്പോയി അതും പണി കിട്ടി. അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നുള്ള സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടലായിരുന്നു ഈ പെറുക്കിയുടെ പണി, അതായത് എൻ്റെ പണി. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അടിച്ചു വരാൻ പോട്ടെ. അപ്പോൾ അല്ലോട്ടൻ ഇതാ ഉപ്പുമാവൊക്കെ കൊണ്ടുവന്ന് കഴിക്കാനിരിക്കുന്നുണ്ട്. എൻ്റെ കെട്ടിയവനാണ് ഈ ഉപ്പുമാവിനോട് ഇത്രയും താല്പര്യം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കഴിക്കും, എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും, അത് വേറെ കാര്യം. കാശിക്കുട്ടൻ ഇവിടെ തൊട്ടിൽ നല്ല ഉറക്കത്തിലാണ്. ഓൻ്റെ ഉറക്കത്തിന് നല്ല ഉറക്കം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇടയ്ക്കിടയ്ക്ക് എണീക്കും. അപ്പോൾ ഇങ്ങനെ തൊട്ടിൽ നമ്മൾ കാട്ടി കൊടുക്കണം. അതായത് സത്യം പറയുകയാണെങ്കിൽ ഓൻ ഉറങ്ങുകയാണല്ലോ വെച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത് ഇങ്ങനെ വേണം, ഇങ്ങനെ ആട്ടണം. ഇടയ്ക്ക് ഇങ്ങനെ ആട്ടിയിട്ടുണ്ടെങ്കിൽ മൂപ്പർ അങ്ങനെ കിടന്നുറങ്ങും. ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ കലപില സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണം നമ്മുടെ കൂടെയാണ് ഗൈസ്. അങ്ങനെ തറവാട്ടിലെ പിയാപ്പിള എത്തിയിരിക്കുകയാണ്. പിയാപ്പിള ചെറിയച്ഛൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളെ പൂക്കൾ അങ്ങനെ ഉണ്ട്, അതാണ്. അപ്പോൾ വലിയ കഷ്ണം ഇവിടെ ഇരുന്നിട്ടും ചെറിയ കഷ്ണം അവിടെ ഇരുന്നിട്ടും മാക്ക് നടിക്കുന്നുണ്ട്. അപ്പം ഞാനും കല്യാണമൊന്നും ചായ കുടിച്ചിട്ടില്ലായിരുന്നേ. പിന്നെ ഇതാ അല്ലൂട്ടൻ അവിടെ ഇരുന്നിട്ട് ആർക്കോ വേണ്ടി കഴിക്കുകയാണ്. അതിൻ്റെ മക്കൾക്ക് എന്തോ അങ്ങനെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. കാരണം ഓർക്ക് വേണ്ടിയിട്ടല്ല, ആർക്കോ വേണ്ടി കഴിക്കുകയാണ് ചെയ്യാം. അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ അടിച്ചു വാരിട്ടെ യാതൊരുവിധ കാര്യമില്ല. കാരണം ഒന്നുകിൽ തുമ്പി അല്ലെങ്കിൽ ഹേസു. അല്ലൂട്ടൻ പിന്നെ അങ്ങനെ വലിങ്ങനെ ചോദിക്കാറില്ല. എന്നാൽ ചില സമയത്ത് മൂപ്പരും ഉണ്ട് കേട്ടോ. കാശി പിന്നെ തൊട്ടിലായതുകൊണ്ട് ഇതൊന്നും അറിയാത്തത് കൊണ്ട് രക്ഷപ്പെട്ട് കണ്ടോ. അല്ലൂട്ടൻ ഇവളെ തീറ്റിച്ച് ചെന്നു, അതായത് ഹേസുവിന് വായിലിട്ടെടുത്താ. പിന്നെ ഹേസു അത് കയ്യേറി. ഇപ്പം അതാ ആ ഉപ്പുമാവ് പ്ലേറ്റ് ഉള്ളതിനേക്കാളും കൂടുതൽ നിലത്താണുള്ളത്. അപ്പോൾ അടിച്ചരിപ്പോയ ഞാൻ ആരാണ്? സസി.
വെറും സസിയല്ല, സസിമോൾ പി പി എന്ന് വേണമെങ്കിൽ പറയാം. അജ്ജാതിയായിരുന്നു നിലത്തുണ്ടായിരുന്നു കേട്ടോ. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ലാൽസലാം പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിരുന്നു. എനിക്ക് സങ്കടം വന്നു. പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ ഞാനും കഴിക്കാനിരുന്ന് അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് നിന്ന് ഉള്ളി വാങ്ങി തിന്നുന്ന കുട്ടീനെയാണ് ആ കാണുന്നത്. ഈ അല്ലുവും ഹേസും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് പല കാര്യത്തിലും കേട്ടോ. പക്ഷേ തുമ്പി എൻ്റെ എയറിൽ ഡിഫറെൻറ്റ്. തുമ്പിക്ക് ഈ ഉള്ളിയൊന്നും തീരെ ഇഷ്ടമല്ല. പക്ഷേ അല്ലുവിനും ഹേസുവിനൊക്കെ ഉള്ളി വെറുക്കി തിന്നു വരും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുമ്പിമോക്കാണെങ്കിൽ ഉപ്പുമാവ് വാരി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉപ്പുമാവിൻ്റെ ഒരു തരി കണ്ടാൽ ഹേസു ആയോർക്കുമല്ലോ, വെറും ഉള്ളി മാത്രമാണ് ഹേസു ആയോർക്കും. ഇങ്ങനെയൊക്കെ ഈറ്റുകളൊന്ന് തിന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന തക്കത്തിന് വല്ല കുത്തി കയറ്റാന്നുള്ള അല്ലാതെ വേറെ പരിപാടിയില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത ആൾ റെഡി ആയി നിൽക്കണം. മമ്മി വന്നോളൂ, എന്നെ നോക്കിക്കൊള്ളൂ എന്നുള്ള മട്ടിലും. ഇനിയിപ്പോൾ ഇവനെ കുളിപ്പിക്കണം. അവൻ്റെ ഫസ്റ്റ് തോണ രാവിലെ കുളിപ്പിക്കണം എന്ന് വിചാരിച്ചതായിരുന്നേ. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു നേരത്തെ കുളിപ്പിക്കേണ്ട, തണുപ്പല്ലേ, അപ്പോൾ ഇപ്പോൾ കുളിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു അവനെ നനച്ച് കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ എണീറ്റ് വന്നത്. പിന്നെ മൂപ്പര് കളിയായിട്ടോ, ഭയങ്കര കളിയാണ്. ഇനി ഇച്ചിരി നേരമൊക്കെ ഈ കളിയൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേ മൂപ്പർക്ക് പാലിൻ്റെ ഓർമ്മ വന്നാൽ കരയാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ മുമ്പേ വേഗം അവനെ കുളിപ്പിച്ചോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ പാലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കുറച്ച് നേരം അങ്ങോട്ട് ഉറങ്ങും കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുക. പക്ഷേ ഇന്നത്തെ ദിവസം അവൻ എന്നെ ശ്രദ്ധിച്ചു ഗൈസ്. അതല്ലെങ്കിൽ അങ്ങനെയാണ്, നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഇവർ നമുക്ക് നന്നായി പണി തരും. അത് അല്ലും തുമ്പിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ കണ്ണെഴുതാനും പൊട്ടെഴുതാനും ഒക്കെ വെച്ചിരുന്ന കുട്ടികൾ അന്നത്തെ ദിവസം മാത്രം പറ്റൂല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹേസുമോൾക്ക് ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് സേട്ടൻ പോയതാണ്. ഞാൻ അല്ലുവിൻ്റെ കൊടുത്തതാണ്, നീ കൊടുത്തോന്ന് പറഞ്ഞിട്ട്. കാരണം ഹേസുവിന് അല്ലുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ അല്ലു 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 എന്ന് പറഞ്ഞ് വയ്യാതെ നടക്കും. ആ സീന് കണ്ടിട്ട് ഒരുത്തിക്ക് വൻ കുശുമ്പ്. അതെന്താ എനിക്ക് അല്ലൂസ് തരാത്തത് എന്ന് പറഞ്ഞിട്ട് റൂമിലെത്തിയിട്ട് ഓളെ ഡ്രസ്സ് അല്ലൂസിനെ കൊണ്ട് ഓള് വാങ്ങിപ്പിച്ചിട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുമ്പിമോള് നല്ല അസലൊരു കുശുമ്പത്തിയായി മാറുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. കാരണം അവർക്ക് ആ ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടല്ലേ. അങ്ങനെ എന്താ ഞാൻ കാശിക്കുട്ടനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി. ഇനി ഓനെ ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ് പിറ്റേന്ന് വയനാട്ടിൽ പോകാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ട ദിവസം ഒരു ദിവസം മുന്നിലേക്ക് ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് തന്നെ പോവാം, ഉച്ചയ്ക്ക് ശേഷം പോവാം എന്നുള്ള പ്ലാനായി. അതുകൊണ്ട് ഇനി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം, അത് അടുത്ത ടാസ്ക്. കാശിക്കുട്ടനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കുന്ന സമയത്ത് ഏട്ടൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ കുളിച്ച് വന്ന് പുതിയ ഡ്രസ്സ് എടുത്തിട്ടാണ്, കണ്ടില്ലേ, ടണ്ടടൈ. ഹൈ, ഇതല്ല കേട്ടോ ഫിറ്റ്, ഇതാ അഴിച്ചിടുമ്പോഴത് ഇതാണ് ഫിറ്റ്. വൈശാട്ടൻ നന്നായി മെലിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. ആദ്യമൊക്കെ എക്സൽ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതന്നെയാണ് വിചാരിച്ചിട്ടാണ് കട്ട് എടുത്തെടുത്ത ഡ്രസ്സ് കേട്ടോ. അത് എക്സൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതാ അങ്ങനെയായിരുന്നു അവസ്ഥ. അപ്പോൾ ഇനി അത് ഷെയ്പ്പ് ആക്കണം. അങ്ങനെ വൈശാട്ടൻ ഷർട്ട് മാറ്റി. കണ്ടോ, എൻ്റെ മുണ്ട് കാണിക്കുന്നതാണ് അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാശിന്ന് ഭയങ്കര അലമ്പായിരുന്നു ഗൈസ്. എനിക്കൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഓന് ഉറങ്ങുന്നുമില്ല, ഓന് പാലും കുടിക്കേണ്ട, ഓന് ഒരുങ്ങുകയും വേണ്ട, ഒന്നും വേണ്ട, വന്ന അലമ്പാക്കി കളഞ്ഞ ചെക്കൻ. ഞാൻ കുറേ പാലും എടുത്ത് നോക്കി, കുടിക്കുന്നില്ല. പിന്നെ കൈ കിടത്തി ആട്ടി നോക്കി, ഉറങ്ങുന്നില്ല. ഒരു തരത്തിൽ മൂപ്പര് എനിക്ക് അങ്ങോട്ട് വെച്ചിരുന്നില്ല. ഞാനാണെങ്കിൽ കഷ്ടകാലത്തിന് ഒരു പിരിക എഴുതിയും പോയി. അപ്പം ഇനിയിപ്പോൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യാതെ പോയി കിടത്തി ഉറക്കാനും പറ്റില്ല. അല്ലെങ്കിൽ ഇന്ന് എഴുതണ്ടെന്ന് വിചാരിച്ച് കൊണ്ടേ കിടത്തായിരുന്നു. പക്ഷെ അതും പറ്റിയില്ല. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ആ കോലെടുത്ത് അങ്ങോട്ട് എഴുതാനുള്ള ശ്രമത്തിലായിരുന്നു. ഒന്നുകിൽ ദിഗംബരൻ അല്ലെങ്കിൽ സുഗുണൻ, ഈ രണ്ട് രീതിയിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റൂട്ടാ. അപ്പോൾ ഉറങ്ങാതെ തന്നെ എൻ്റെ ശ്രമം ഞാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ ചില സമയത്ത് മൂപ്പരിക്ക് നൈസായിട്ട് പണി തന്ന്. ദിഗംബരനും അല്ല സുഗുണനും അല്ല, ഒരു മീഡിയം ലെവലിൽ ഞങ്ങളങ്ങോട്ട് പിടിച്ചു. വലിയ കുഴപ്പമില്ലാതെ ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇങ്ങനെ കാണുമ്പോൾ നമ്മളായിരിക്കും, അയ്യോ എന്തൊരു പാവം മോൻ നോക്കിയേ വെച്ച് തരുന്നേന്ന്. ഇത്ര സമയമൊക്കെ വെച്ചിട്ടോ. പിന്നെ പെട്ടെന്ന് ഒരു ഇളക്കലായിരിക്കും. അപ്പോൾ ഇതാ പോകുന്ന കൊമ്പ് പോലെ മുകളിലേക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാനിത് വലിയൊരു എക്സ്പേർട്ട് ആയതുകൊണ്ട് വെറുതെ പറഞ്ഞാട്ടോ, എനിക്കങ്ങനെ വലിയൊരു ഇതില്ല, ഇതിൽ വലിയ കഴിവൊന്നുമില്ല. എന്നാലും എല്ലാ പ്രശ്നമില്ലാതെ ഞങ്ങൾ ഒപ്പിക്കും. അങ്ങനെയൊക്കെ തന്നെ കണ്ടോ, എഴുതുക മായ്ക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകേണ്ടയും കൂടെയല്ലേ. ഇനിയിപ്പോൾ കണ്ണെന്ന് എഴുതാതെ കുട്ടീനെ കണ്ടിട്ട് അയ്യോ എൻ്റെ കുട്ടി ആകെ ക്ഷീണിച്ച് പോയി, ഇങ്ങനെയെന്നൊക്കെ അമ്മമ്മ പറയുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ എന്തായാലും എഴുതിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് തീരേണ്ട പരിപാടിയാണ് ഞങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂറോളം എടുത്തത്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവസാനം ഒരു 2 വാലും എങ്ങനെ ഒട്ടെടുത്ത് പൊട്ടും തൊട്ട് പിരികെ എഴുതി പരിപാടി എങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ താഴെ കൊണ്ടേ കാണിച്ചപ്പോൾ എല്ലാവരും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവൻ്റെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്ത് വീണ്ടും ഒക്കെ തുടങ്ങിയതാണ്. പക്ഷേ ഓൻ്റെ അടുത്ത് അതൊന്നും നടക്കുന്നില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ റീനമ്മനെ വിളിച്ചു. റീനമ്മ ഓണാഘോഷ പരിപാടിയിലാണ്. ഇത്തവണത്തെ അവരുടെ ഓണം എന്ന് പറയുന്നത് അടുത്തുള്ള സ്കൂളിൽ നിന്ന് വലിയ പരിപാടിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അമ്മ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നു കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ പല്ല് പറിച്ചിട്ട് അണ്ണയിൽ സ്റ്റിച്ച് ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല, സന്തോഷിക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് എന്നോട് പറഞ്ഞത്. എനിക്ക് വേദന ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഉണ്ണിച്ചനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഉണ്ണിച്ചൻ അവിടെ എന്തോ പരിപാടിയിലാണ്. ഇവരെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂള്. അപ്പോൾ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉണ്ണിച്ചനൊക്കെ പോവും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ എന്താണ് അവിടെയാണ് ഇത്തവണത്തെ ഓണാഘോഷം.
എനിക്ക് ഏറ് കൊണ്ടതാന്ന് വിചാരിക്കരുത്. ആ സൗണ്ട് ഒരു നാടൻ പെട്ടിക്ക് ഇവിടുന്ന് എന്തോ കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ സൗണ്ടാണ്. ഇനി എനിക്ക് ഏറ് കൊണ്ടാന്ന് വിചാരിക്കരുത്. ഓക്കെ, അങ്ങനെ ഉണ്ണിയച്ഛനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓണത്തിന് ഇവരെല്ലാവരും അടുത്തില്ലെങ്കിലും എല്ലാവരും നമ്മൾ വീഡിയോ കോളിൽ കണ്ടിട്ടുണ്ട്. എന്താ പട്ടി ഇങ്ങനെ, ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ പട്ടി, എന്നെ വ്ളോഗ് എടുക്കാൻ ആരും സമ്മതിക്കില്ല. പിന്നെ നമ്മൾ അമ്മേൻ്റെ അടുത്തും ഉണ്ണിയച്ഛൻ്റെ അടുത്തും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കാശിക്കുട്ടനെയൊക്കെ കളിപ്പിച്ച്, കാശിക്കുട്ടനാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ഭയങ്കര ചിരിയും വർത്താനും കളിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തുമ്പീനെ വെലുങ്ങനെ കിട്ടില്ല, തുമ്പി വലിയ പണക്കത്തിലാണ്. ഓളെ പത്തനംതിട്ടയെ കൊണ്ടുപോയില്ല എന്നുള്ളത് ഉണ്ണിയച്ഛനോടും റീനമ്മേനോടും പിണക്കത്തിലാണെന്നൊക്കെയാണ് മൂപ്പത്തി പറയുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ആ ബ്രൂട്ടീഷനൊക്കെ അങ്ങോട്ട് തീർത്തിട്ട് ഓനെയും കൊണ്ട് താഴെ വന്നിരുന്നു കേട്ടോ. താഴെ വന്നിരുന്ന് എല്ലാവരെയും കാണിച്ചു കൊടുത്തിന്. ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണം, ഇനി തൊട്ടിലിടുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴി എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരാൾ കാര്യമായിട്ടുള്ള കളിയിലാണ് കേട്ടോ. എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി വെച്ച് എന്തൊക്കെയോ കളിയുണ്ട്. മുടി എത്ര കെട്ടി കൊടുത്തിട്ടും കാര്യമില്ല, മക്കൾ അതേപോലെ അയച്ചിട്ടു കേട്ടോ. എനിക്ക് പ്രാന്താവും ശരിക്കും പറഞ്ഞാൽ തുമ്പിക്ക് മുടി കെട്ടി കൊടുക്കുമ്പോഴത്തേക്കും. ചെറിയച്ഛൻ അവിടെ കുത്തിരുന്നിട്ട് എന്തോ ഫോൺ കളിക്കുക. അപ്പം ഞാൻ കളിയാക്കോ, എല്ലാവരും പറഞ്ഞപ്പോൾ ചെറിയച്ഛനും ഇതിൽ ഫുൾ ടൈം തോണ്ടലാണല്ലോ എന്ന്. ഇന്ന് നമുക്ക് ഫുള്ള് വെജൊന്നും അല്ല കേട്ടോ. നമ്മുടെ ചിക്കൻ പൊരിച്ചിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ചിക്കൻ കറി അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുൾ സദ്യേൻ്റെ ഐറ്റംസും പ്ലസ് ചിക്കൻ പൊരിച്ചത് കേട്ടോ. അപ്പം മമ്മി കണ്ടോ, തേങ്ങ ചില സ്ഥലത്ത് തേങ്ങ തിരുമുക എന്ന് പറയില്ലേ, നമ്മൾ തേങ്ങ ചിരവുക എന്നാണ് പറയുക കേട്ടോ. അങ്ങനെ അവിടെ അടുക്കളയിലെ പരിപാടികൾ അങ്ങനെയൊക്കെയാണ്. അപ്പോഴത്തേക്ക് ഇതാ വൈശാഖേട്ടനൊന്ന് പുറത്ത് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുറത്ത് പോയ പാടെ ഞങ്ങൾ എന്ത് ചെയ്ത് ഗേറ്റ് അടച്ചങ്ങ് ഗേറ്റ് അടച്ചളഞ്ഞ്. അങ്ങനെയല്ല കേട്ടോ, ഞങ്ങൾ ബെല്ലേനെ തുറന്ന സമയത്ത് ഗേറ്റ് അടച്ചതായിരുന്നു. അപ്പം കല്യാണി ഓടിപ്പോയി തുറന്നു കൊടുത്തു. പിന്നെ അതാ ചെറിയച്ഛനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കണ്ടോ, ഈ ഒരു ലൈറ്റ് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചത് കേട്ടോ, ഫ്ലിപ്പിന്ന്. നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്ന് കുനിയേട്ട വീഡിയോയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ സ്ലോ മോഷനിൽ കുനിയുന്ന എൻ്റെ കെട്ടിയനാണ് കണ്ടത്. ആ ഈറ്റാൽ ഓരോ സാധനങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കുനിയേണ്ടി വരുന്നൊക്കെയാണ് ചെറിയച്ഛൻ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് അടുത്തവൻ ഗ്ലാമർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും ഒന്ന് പോയി നോക്കിയതാ. എനിക്ക് തന്നെ ക്ഷീണമായിപ്പോയി, വേണ്ടായിരുന്നു പുല്ല്. പിന്നെ ഇതാ വൈശാഖേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇനി എന്തുണ്ടാക്കാൻ പഠിച്ചാലും ഉപ്പുമാവ് ഉണ്ടാക്കാൻ പഠിച്ചാൽ എൻ്റെ ഏട്ടനും കൊണ്ട് ഞാൻ ജീവിക്കും. കാരണം രാവിലെയും ഉച്ചയ്ക്കും രാത്രി ഉപ്പുമാവ് കൊടുത്താലും എൻ്റെ ഏട്ടൻ കഴിക്കും. അത്രയും ഉപ്പുമാവ് ലവറാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടിട്ട്, അതായത് നിങ്ങൾ ആരെങ്കിലും കെട്ടിയമാരിങ്ങനെ ഉപ്പുമാവ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ? പക്ഷേ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാച്ചാൽ വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും കേട്ടോ. അങ്ങനെ കുറ്റം പറയുന്ന ഒരു ടൈപ്പേ അല്ല. അതുകൊണ്ട് എനിക്ക് സമാധാനമാണ്. ജീവിക്കും, മൂപ്പര് ജീവിക്കും, ഞാൻ പട്ടിണി നടന്ന് ചത്താലും. ഇതൊക്കെ ഞാൻ വെറുതെ പറയണ കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ പുതിയൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വല്ല ബിരിയാണി വരെ ഉണ്ടാക്കിയെന്ന് വരും. കാരണം ഒറ്റയ്ക്കാകുമ്പോഴാണല്ലോ നമുക്ക് താങ്ങാനൊരു എന്തോ ഉണ്ടാകുമ്പോഴാണ് ക്ഷീണം ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ, ഇത് കൂട്ടാണ്. ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കായിരിക്കും. കാരണം കണ്ണൂർ ഞങ്ങൾ ഒറ്റയ്ക്കുള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ നെയ്ച്ചോറ് വെക്കാൻ പഠിച്ചു, പച്ചടി വെക്കാൻ പഠിച്ചു. ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് 7:30 ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ചെയ്യുമല്ലോ, ഇല്ലേ? ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് പോയി ഹെയ്സ് കൂളിയൊക്കെ കഴിഞ്ഞൊരു പട്ടുപാടെ കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി അവിടെ ഇരുന്നിട്ട് നമ്മൾ മാവിൻ്റെ ഉള്ളിൽ ഇത്തൽക്കണ്ണി എന്ന് പറയില്ലേ, ഇത് കൂട്ടി അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ടേക്ക് എന്തുക നല്ലത്, ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ചില സമയം ഒക്കെ ഞാൻ എടുക്കുകയും വേണം, ചില സമയം അങ്ങോട്ട് വരികയല്ല. ഭയങ്കര ഡിമാൻഡായിരിക്കും കേട്ടോ. ഈ പോകുക പറഞ്ഞോക്കല്ലോ, ബായ് പറയും. എൻ്റെ തുമ്പിമോളാണെങ്കിൽ ആഗസ്റ്റ് 15 ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോഴും ആ കൊടിയും പിടിച്ച് തന്നെയാണ് 30 നടത്തം. കാരണം സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടായില്ല, അതിന് ഹാങ് ഓവർ കുട്ടിക്ക് തീരാൻ കുറച്ച് കാലെടുക്കും. ഒപ്പന കഴിഞ്ഞപ്പോൾ ഒപ്പന കളിച്ചുകൊണ്ടായിരുന്നു. പിന്നെ ഓണസദ്യ കഴിഞ്ഞതിന് ശേഷം ഇവിടെ സദ്യേൻ്റെ കഥ പറച്ചിലാണിപ്പോൾ. അങ്ങനെ അപ്പോൾ സ്കൂളിലെ ഒരു പരിപാടിയല്ല, അംഗനവാടി ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ എഫക്റ്റ് അങ്ങോട്ട് മാറാൻ കുട്ടിക്ക് കുറച്ച് സമയം എടുക്കുമെന്ന് അർത്ഥം. ഇതിപ്പോൾ അമ്മ പഠിപ്പിച്ച പരിപാടിയാണ് കേട്ടോ, ഉക്കത്ത് കയറൽ. കാരണം അമ്മ അങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ട് പുക്കത്ത് എടുക്കേണ്ട പരിപാടിയാണ്. പിന്നെ ഇതാ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ കൂടെ വേഗം പാത്രത്തിലൊക്കെ ആക്കി വെക്കുക. കാരണം ഇന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കട്ടയ്ക്കും കല്യാണീൻ്റെ വീട്ടിലേക്കും ഞങ്ങൾക്ക് വയനാട്ടിലേക്കും ഒക്കെ പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ. ഞാനിപ്പം ആക്കിക്കൊണ്ടിരിക്കുന്നത് ഓലനാണ്. ഓലൻ പാത്രത്തിലാക്കി വെക്കുകയാണ്. അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് അച്ഛൻ പോയിട്ട് ഇളന്നി പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം അമ്മ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും കുടിച്ചു. അപ്പം ഞാനും പോയി കുടിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേറൊരു ദിവസമാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ കാമ്പൊക്കെ എടുത്ത് ഞാൻ തിന്ന് തീർത്തേനെ. പക്ഷേ ഇന്ന് സദ്യ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൺട്രോൾ ചെയ്തു. കാരണം വിശപ്പ് തീർന്നു കഴിഞ്ഞാൽ സദ്യ കഴിക്കാൻ പറ്റൂലേ. പിന്നെ ഇതാ എപ്പോഴത്തെയും എൻ്റെ ഫേവറേറ്റ് സാധനം സാമ്പാർ. ഇവിടുത്തെ സാമ്പാർ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതാ സാമ്പാറൊക്കെ പാത്രത്തിലേക്ക് ആക്കുകയാണ്. ഇത് അപ്പുറത്തെ വീട്ടിലെ താത്തേൻ്റെ പാത്രമാണ്. അപ്പം ഞാനിതിങ്ങനെ വിളമ്പുന്ന സമയത്ത് അമ്മ പറയാണ്, യോ ഇപ്പം താത്ത വിചാരിക്കും എൻ്റെ പാത്രം അതാ അവളിതാ യൂട്യൂബിൽ ഇട്ടിക്കുന്നതാന്ന് പറയുന്നു. ഞങ്ങളടുത്ത് പറയാം കേട്ടോ. ഞങ്ങൾ ഓപ്പോസിറ്റിലെ തർക്കോട്ടിലെ താത്ത ബിരിയാണി കൊണ്ടുതന്ന പാത്രമാണിത്. അപ്പം ഞങ്ങൾ അതിൽ സാമ്പാറാക്കി. പിന്നല്ല, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതാ ഞങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം.
ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. രസം ഉണ്ടാക്കിയിട്ടില്ല, ബാക്കിയുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ, ഓലൻ, പച്ചടി, പൈനാപ്പിൾ കിച്ചടി, അവിയൽ, കൂട്ടുകറി, പച്ചടി ഞാൻ പറഞ്ഞു, പുളി, അച്ചാറ്, വറുത്തുപ്പേരി, ശർക്കരപ്പേരി, ചിക്കൻ പൊരിച്ചത്, പപ്പടം, ചോറ്, സാമ്പാർ, പായസം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അച്ഛനും കട്ടയും വൈശാഖേട്ടനും എല്ലാവരും ഉണ്ട്. ചോറ് വിളമ്പി കഴിഞ്ഞാൽ പിന്നെ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. എന്താ അറിയോ, വരൂ 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 എന്ന് എല്ലാവരും 10 വട്ടം വിളിക്കണം, അപ്പോഴാണ് എല്ലാവരും വരിക. മക്കൾ സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. അതാ ഹേസു ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എനിക്ക് ആകെ പേടിയാണ്. കാരണം കുട്ടി തടഞ്ഞു വീട് വെച്ചിട്ട്, അപ്പോൾ പട്ടുപാവട എന്ത് ചെയ്തു, ഓളെ വലിയച്ഛൻ, അതായത് എൻ്റെ കെട്ടിയോൻ എടുത്ത് മടക്കുത്തി കൊടുത്തതാണ് ആ കണ്ടത്. ചെറിയച്ഛൻ്റെ കോപ്രയങ്ങൾ കണ്ട് കുട്ടി അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ദൈവമേ, ഈ മനുഷ്യൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നിട്ടോ. നമ്മളെ വീട്ടിലേക്ക് പോകേണ്ട ദിവസങ്ങളിൽ നമ്മളെ കെട്ടിയന്മാരെ നമ്മൾ ആ സമയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. തിരിച്ച് വരുന്ന സമയത്ത് അവർ നമ്മളെ ഓർമ്മിപ്പിച്ചോളും. സത്യമല്ലേ അത്? അതുപോലെയായിരുന്നു കേട്ടോ. ഏട്ടാ പോകാനുള്ളതാണ്, വേഗം വരൂ കഴിക്കാൻ, കട്ടേ പോകാനുള്ളതല്ലേ, വന്നോളൂ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പാടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വേഗം അല്ലേ കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടതുകൊണ്ട് നിങ്ങൾ തന്നെ ആദ്യം ഇരുന്നോളൂ എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. ചെറിച്ചനൊക്കെ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഇരിക്കുക, നിങ്ങൾക്ക് പോകേണ്ടതല്ല, അധികം ലേറ്റ് ആവണ്ട, എന്നാൽ മക്കളെയൊക്കെ റെഡിയാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആദ്യം തന്നെ ഇരുന്നു. അപ്പോൾ വേഗം വിളമ്പാണ് കേട്ടോ. ഷെഡപടയെന്ന് വിളമ്പണം, കാരണം പോണ വഴിക്ക് ബ്ലോക്ക് കിട്ടിയ പണി കിട്ടും. വയനാട്ടിലേക്കാണ് പോണത്. അപ്പോൾ എത്ര നേരം ഇവരെയും കൊണ്ട് പോവുക, അതൊക്കെ എനിക്ക് ടാസ്ക്കാണ്. പിന്നെ അവർ 3 പേര്, ഞങ്ങൾ 2 പേര്, അതിൽ ഏട്ടൻ വണ്ടി ഓടിക്കുക. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വേണം അവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ടാസ്ക് തന്നെയാണല്ലോ. പിന്നെ കാശിനിയും കൊണ്ട് ദൂരം വഴിക്ക് യാത്ര ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെയൊക്കെ ടെൻഷൻ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പം എന്താണെന്നുള്ളത് കാണാം എന്നുള്ള രീതിക്കാണ് ആദ്യം ഇവിടെ പോണത്. അമ്മ അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയ്ക്ക് അങ്ങോട്ടേക്ക് വരുമെന്ന്. പക്ഷേ ഇത്രയും ദൂരം കാശിനിയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസിബിൾ അല്ല. മാത്രമല്ല ആദ്യം ഞങ്ങളൊന്ന് ട്രയൽ പോയി നോക്കട്ടെ വയനാട്ടിലേക്ക്, ആൾ ഓക്കെ ആണോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും പാടെ വേഗം വിളമ്പിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഈ വിളമ്പലിന് ഒരു ഓർഡർ ഉണ്ട് അത്രേ, പക്ഷേ എനിക്കതൊന്നും അറിയില്ല. ഞാൻ കണ്ണി കണ്ടതൊക്കെ സ്പീഡിൽ വിളമ്പിയിട്ടുണ്ട്. കഴിക്കുന്നതിനും എനിക്ക് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല. എല്ലാം കൂടെ വാരി വിളമ്പി അങ്ങോട്ട് വിഴുങ്ങും ഞാൻ. എൻ്റെ അടുത്ത കള്ളി അതൊക്കെ എന്ത് ഓർഡർ നോക്കാനാ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ, സദ്യ വിളമ്പുന്നതിന് എന്തെങ്കിലും ഓർഡർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പൈനാപ്പിൾ കിച്ചടിയാണ്. പുളിയായിരുന്നു പണ്ട് ഭയങ്കര ഇഷ്ടം. ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളി ഇങ്ങനെ പാത്രത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് എല്ലാം ചോറ് തിന്നതിന് ശേഷം ഇതിങ്ങനെ നക്കി ടി വിയും കണ്ടിങ്ങനെ ഇരിക്കുന്നൊരു ഇരിപ്പുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം അങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റാറില്ല. കാരണം ഈ തീറ്റയൊക്കെ കഴിഞ്ഞ് തീറ്റങ്ങളൊക്കെ ഏതെങ്കിലും സൈഡാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം എനിക്ക് പുളിയേക്കാളും കൂടുതൽ ഇഷ്ടം പൈനാപ്പിൾ കിച്ചടീനോടാണ്. എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അതുപോലെ അവിയൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഇളയമേൻ്റെ കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണ എനിക്ക് മിസ്സായി പോയത് എന്താ പറയുക, പായസം കുടിക്കാൻ മറന്നുപോയി. അതിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ പപ്പടം മാൻഡേറ്ററി ആണ്. എനിക്ക് എസ്പെഷ്യലി ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പപ്പടം ഒഴിച്ചു കൂടാൻ പറ്റില്ല കേട്ടോ. പിന്നെ സദ്യക്കാണെങ്കിലും പറയണ്ടല്ലോ. ഓലൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വിഭവമല്ല. പിന്നെ ഉപ്പേരി ഞാൻ തീരെ കഴിക്കാറില്ല. ക്യാബേജ് എന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഉപ്പേരികളുടെ കൂട്ടത്തിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഉപ്പേരി എന്നാണ് പറയുന്നത്. നമുക്ക് തൈറോയിഡും കാര്യങ്ങളൊക്കെ വരുത്തുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് തീരെ കഴിക്കാറില്ല. പക്ഷേ വിളമ്പിയിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ സദ്യക്കൊക്കെ അധികവും ക്യാബേജ് തന്നെ ആയിരിക്കില്ല. അത്രയും അറിഞ്ഞിട്ടും നമ്മൾ ക്യാബേജ് ഒഴിവാക്കുന്നില്ല, അതാണ് കാര്യം. അപ്പം സദ്യ എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പാടി ഇരുന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സദ്യ. പായസം വെച്ചിട്ടില്ല കേട്ടോ, ലാസ്റ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാം സെറ്റായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കട്ടെ. സദ്യ കഴിച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. വേഗം പാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാക്കിങ്ങിൻ്റെ ഇടയിലാണ് കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണനോടും കുറച്ചേരൊക്കെ വർത്തമാനം പറഞ്ഞു. ഇനി നമ്മൾ വയനാട്ടിലേക്ക് പോട്ടെ. അപ്പോൾ വയനാട്ടിൽ പോണതിൻ്റെ വിശേഷവും അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.